അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലി നമ്മൾ റിസൈൻ ചെയ്യാണ് കേട്ടോ. ലൈഫിൽ എന്തേലൊക്കെ കിട്ടണമെങ്കിൽ എന്തേലൊക്കെ നഷ്ടപ്പെടുത്തണം എന്നല്ലേ. അങ്ങനെ അസാമിൽ കൊടുത്ത നമ്മളെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കാത്തു നിന്ന് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ പിന്നെ ഒന്നും നോക്കില്ല, വണ്ടിയിൽ സാധനങ്ങളും നിറച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. അയോധ്യ നിന്ന് ഗുവാഹട്ടിയിലേക്കുള്ള 1400 കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മളെടുത്തുണ്ടായിരുന്ന ആകെ 2 ദിവസമായിരുന്നു. ഇതല്ലാണ്ട് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. ആകെ ഉള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് ഇടക്കിടക്ക് കിട്ടുന്ന ഒരു മുറാബാദി ബിരിയാണി ആയിരുന്നു. UP കഴിഞ്ഞ് ബീഹാർ എത്തിയപ്പോത്തിനേക്കും രാത്രിയിൽ ഓടിക്കാനുള്ള ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. ഇടയിൽ ചായ കുടിക്കാൻ കയറിയ കടയിൽ ആള് തന്ന മോട്ടിവേഷൻ കൊണ്ട് ബീഹാർ കൂടി നമ്മൾ നൈറ്റിൽ ഡ്രൈവിംഗ് ആയിരുന്നു. എന്തായാലും ബീഹാർ ഒന്നും പണ്ടത്തെ ബീഹാർ ഒന്നല്ല, കള്ളന്മാരും കൊള്ളക്കാരൊന്നും തൽക്കാലം നമ്മൾ ഒഴിവാക്കി വിട്ടാണ്. അങ്ങനെ ബീഹാറും കഴിഞ്ഞ് വെസ്റ്റ് ബംഗാൾ എത്തിയപ്പോ നമ്മളെ വരവേൽറ്റത് ഈ ഒരു മട്ടൻ ചന്തയായിരുന്നു. നാട്ടിലത്തൊക്കെ ചന്തനെക്കാട്ടിലും എത്രയോ വലുതാണ് കേട്ടോ ഇവിടുത്തെ ചന്ത. ഡാമിലെത്തിയപ്പോത്തിനേക്കും നമ്മളെ വരവേൽറ്റത് ഫുള്ള് തേയിലത്തോട്ടങ്ങളായിരുന്നു. ഡോക്ടർ ആയതുകൊണ്ട് മാത്രം ഇടക്കിടക്ക് കുടിക്കുന്ന പോലീസിനോട് എന്തേലൊക്കെ പറഞ്ഞിട്ട് കേസിലാവാനായി. അങ്ങനെ നീണ്ട ഡ്രൈവിങ്ങിന് അവസാനമായിട്ട് നമ്മൾ അവസാനം ഗുവാഹട്ടിയിലെത്തി. അപ്പൊ ഇനി ബാക്കി ഗുവാഹട്ടിയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ലോഗ് കാണാം.